ബി ഗോപാലകൃഷ്ണൻ ഇന്ന് സുകുമാരൻ നായർ പറയുകയാണ് കേന്ദ്രം ഇപ്പോഴാണല്ലോ വന്നത് എന്ന് ജി സുകുമാരൻ നായർ ഇന്ന് പറയുകയാണ്. അതേസമയം ഈ കഴിഞ്ഞ 6 വർഷങ്ങളിൽ ശബരിമലയിലെ ആചാരം സ്ത്രീ പ്രവേശനം ഉണ്ടായി, അതിനുശേഷം ആചാരം അവിടെ സംരക്ഷിക്കപ്പെട്ടു പോയി ഇടത് സർക്കാരിൻ്റെ കീഴിൽ എന്ന് ജി സുകുമാരൻ നായർ പറയുകയാണ്. അതിൻ്റെ രണ്ടാം ഭാഗം വിട്ടേക്ക് ഒന്നാം ഭാഗത്ത് കേന്ദ്രം ഇപ്പോഴാണല്ലോ വരുന്നത് എന്ന ചോദ്യത്തിനർത്ഥം കേന്ദ്രത്തിന് ആ വിഷയത്തിൽ ചെയ്യാൻ കഴിയാവുന്ന ഒന്നും ചെയ്തില്ല, പിന്നെ വീണ്ടും അഫിഡവിറ്റ് വരുമ്പോഴേക്കും വിമർശനമായി വരുന്നത് ആത്മാർത്ഥമാണെന്ന ചോദ്യം ഉണ്ടാവില്ലേ ബി ഗോപാലകൃഷ്ണൻ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം 2020 ഫെബ്രുവരി മാസം 17-ാം തീയതി ഇതേ തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ കൃത്യമായിട്ടുള്ള കേന്ദ്ര നിലപാട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പറഞ്ഞതാണ്. പക്ഷെ അന്ന് പറയാനായിട്ട് പോകുമ്പോൾ ആ സുപ്രീം കോടതിയിലെ ഒരു ബെഞ്ചിലെ ജസ്റ്റിസിന് സുഖമില്ലാതാവുകയും അതുകൊണ്ട് അന്ന് പിറ്റേ ദിവസത്തേക്ക് വാദം വയ്ക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ആയപ്പോഴേക്കും കൊറോണയുമായി ബന്ധപ്പെട്ടിട്ട് പിന്നൊന്നും നടന്നില്ല. 2020 ഫെബ്രുവരി മാസം 17-ാം തീയതി പറയാൻ തീരുമാനിച്ച കൊണ്ടുപോയ എല്ലാ വാദങ്ങളുമാണ് ഇന്ന് ഈ 2026 ഫെബ്രുവരി മാസം അതേ ദിവസം ഒരു ദിവസം ഇപ്പുറത്ത് ഈ ദിവസം അത് 16-ാം തീയതി ബഹുമാനപ്പെട്ട സോളിസിറ്റർ ജനറൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോടതിയിൽ പറഞ്ഞത്. ഒരു മാറ്റവും ഇല്ല. ഞങ്ങൾ ഈ അഫിഡവിറ്റ് മറിച്ചും തിരിച്ചും ഒന്നും കൊടുത്തിട്ടില്ല. അത് ഉമ്മൻചാണ്ടി 2007 അച്യുതാനന്ദ ഗവൺമെൻറ് ആണ് ഒരു അഫിഡവിറ്റ് കൊടുക്കുന്നത്. ആ അഫിഡവിറ്റിൽ നിന്ന് ഉമ്മൻചാണ്ടിയിലേക്ക് വന്നു, വേറെ അഫിഡവിറ്റായി. അവിടെ നിന്ന് പിണറായിലേക്ക് വരുമ്പോൾ പഴയ അഫിഡവിറ്റിലേക്ക് പോയി. ഇപ്പോൾ ഇനി പുതിയ അഫിഡവിറ്റ് വരുമെന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഒരു റിവ്യൂ പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ ടു റെക്ടിഫൈ ആൻ എറർ അപ്പാരൻറ്റ് ഓൺ ദ ഫേസ് ഓഫ് ദ റെക്കോർഡാണ്. അതെന്തെങ്കിലും ആവട്ടെ, അതിപ്പം സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ ഇനി വീണ്ടും ഇത് നിലനിൽക്കുമോ ഇല്ലയോ എന്ന ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. വീണ്ടും മാറ്റിക്കൊടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയുമോ? അതിനിപ്പം നേരത്തെ ബൽദേവ് പറഞ്ഞു വിധി തന്നെ മാറ്റുകയാണല്ലോ. ശരി, ഞാൻ ആ ടെക്നിക്കൽ വിഷയത്തിലേക്ക് വരുന്നില്ല. അതിനകത്തൊരു ടെക്നിക്കാലിറ്റി ഉണ്ട് എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്നാലും ഞാൻ അതിലേക്ക് വരുന്നില്ല. ശരിയാണ്, പുനഃപരിശോധന എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ റെക്കോർഡ്സിൻ്റെ മെറിറ്റിലേക്കാണ് പോകുന്നത്. ഈവൻ ദോ വേണമെങ്കിൽ സർക്കാരിന് കൊടുക്കാം. പക്ഷെ എൻ്റെ ലളിതമായ ചോദ്യം എന്താണെന്നറിയോ? അത് ഇന്നത്തെ 24-ൽ എൻ്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് CPM ഉത്തരം പറയണം. ഒന്ന്, ഈ ഫോഴ്സ്ഫുള്ളായിട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നു എന്ന് പറഞ്ഞ് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും വിശ്വാസികൾ അതിശക്തമായി എതിർപ്പ് പ്രകടിപ്പിക്കുകയും ബഹുമാനപ്പെട്ട NSS സുകുമാരൻ നായരും അതുപോലെ സാമുദായിക സംഘടനകൾ, അയ്യപ്പ സേവാ സംഘങ്ങൾ, ഇവിടെയുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും ഭക്തജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടും അവരെയെല്ലാം പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് തല്ലി, പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് 2 സ്ത്രീകളെ ബലമായി അർദ്ധരാത്രിയിൽ കയറ്റി. മാപ്പ് പറയുമോ ഈ സർക്കാർ? എൻ്റെ വളരെ ക്ലിയറായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. ഞങ്ങളന്ന് ചെയ്തത് തെറ്റായിപ്പോയി. ശരി, ഇവർ അഫിഡവിറ്റ് കൊടുക്കാൻ പോകുന്നു. രാജീവ് നിയമമന്ത്രി പറഞ്ഞു നമ്മൾ വിശ്വാസികളുടെ കൂടെ നിൽക്കണം. MP ഗോവിന്ദൻ പറഞ്ഞത് മാറാത്തതൊന്നുമില്ല. അവരെപ്പോഴും അങ്ങനെയാണല്ലോ, വിശാലാർത്ഥത്തിലേ പറയുള്ളൂ. ശങ്കരാടിയോട് നമ്മുടെ സിനിമയിൽ ചോദിച്ച മാതിരി ലളിതമായി ഉത്തരം പറയാം, നിങ്ങൾ അഫിഡവിറ്റ് കൊടുക്കുകയോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരവില്ല. വലിയ തോട്ടുകളാണ് പറയണേ. എന്തെങ്കിലും ആയിക്കോട്ടെ, മാറാത്തതൊന്നുമില്ല, മാറാത്തത് ഇനിയും മാറും എന്ന് തന്നെയാണ് BJP പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, അന്ന് അർദ്ധരാത്രിയിൽ യുവതിയെ കയറ്റി അയ്യപ്പ ക്ഷേത്രത്തിനെ അശുദ്ധമാക്കി ഈ നാട്ടിലെ ഹിന്ദുക്കളെ, ഈ നാട്ടിലെ അയ്യപ്പ വിശ്വാസികളെ, ഈ നാട്ടിലെ ജനങ്ങളെ, ഈ നാട്ടിലെ മതേതരവാദികളെ, ഈ നാട്ടിലെ മുഴുവൻ ക്ഷേത്രവിശ്വാസികളെയും നോവിച്ച, വിഷമിപ്പിച്ച, അവരുടെ മനസ്സിൽ തീ കോരിയിടുന്നത് പോലെയുള്ള വേദന ഉണ്ടാക്കിയ ഈ കൊടും ക്രൂരതയ്ക്ക് മാപ്പ് പറയുമോ? അതാണ് എൻ്റെ ചോദ്യം. 1. 2, എത്ര കേസാ സർ? ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പേരിൽ എത്ര കേസെന്നറിയോ നിങ്ങൾക്ക്? ഞാനൊരു സംഘപരിവാർ ആയതുകൊണ്ട് മാത്രമല്ലല്ലോ, ഞാനൊരു അയ്യപ്പ വിശ്വാസി ആയതുകൊണ്ടല്ലേ. അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി NSS ആണ് ആ സമരത്തിൻ്റെ തുടക്കം കുറിച്ചത് പന്തളത്തിൽ. ആ പന്തളം എന്നാണല്ലോ തുടങ്ങുന്നത്. അത് NSSൻ്റെ ആഭിമുഖ്യത്തിലാണ്. അന്നത്തെ വനിതാ നേതാക്കന്മാർക്കും ആ അയ്യപ്പ വിശ്വാസികൾക്കുമെതിരെ കേസെടുത്തില്ലേ? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആ കേസ് പിൻവലിക്കുമോ? ആ കേസുകൾ പിൻവലിച്ചിട്ടുണ്ടോ? ആ കേസെടുത്തത് മാപ്പ് പറയുമോ? ആ കേസെടുത്തതിന് തെറ്റാണ് എന്ന് പറയുമോ?
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, CPM ഒരു കത്രിക പൂട്ടില്ല. ഞാൻ ആരുടെ ഒരു ഇത് വായിച്ചു, ഒരു കത്രിക പൂട്ടില്ല. കാരണം CPM ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ കാഴ്ചപ്പാട് എന്താ? താങ്കൾ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ CPM ഇതുവരെ പറഞ്ഞിരുന്നത് ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത് മൗലിക അവകാശത്തെ സംരക്ഷിക്കലാണ്. അപ്പോൾ ആ മൗലിക അവകാശത്തെ സംരക്ഷിക്കാൻ സ്ത്രീകൾക്കുള്ള ഈ പ്രവേശന നിഷേധം മാറ്റണം. സ്ത്രീയുടെ മൗലിക അവകാശം സംരക്ഷിക്കണം. നേരെ 17ലേക്ക് വന്നു, ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17ലേക്കും ആർട്ടിക്കിൾ 26ലേക്കും വരുമ്പോൾ അവർ CPM അതുവരെ വാദിച്ചിരുന്നത് ഇത് എന്ന് പറയുന്നത് ഒരു അൺടച്ചബിലിറ്റിയാണ്, സ്ത്രീയോട് കാണിക്കുന്ന അൺടച്ചബിലിറ്റിയാണ്. അപ്പം ആർട്ടിക്കിൾ 13ഉം ആർട്ടിക്കിൾ 17ഉം കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ പുരോഗമനവാദികളാണെന്ന് പറഞ്ഞ് നവോത്ഥാന മതിലുണ്ടാക്കിയത്. അപ്പം നവോത്ഥാന മതിൽ പൊളിഞ്ഞുപോയി, അതുണ്ടാക്കാൻ പാടില്ലായിരുന്നു. ആ നവോത്ഥാന മതിലിന് കൊടുത്ത പൈസ, ചെലവാക്കിയ പൈസ, അത് CPM കയ്യിൽ നിന്ന് വയ്ക്കുമോ? CPM എന്നും ഒരു U-turn പാർട്ടിയാണ് മിസ്റ്റർ. CPM എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. ട്രാക്ടറിനെ പറ്റി തീരുമാനിച്ചു, പിന്നീട് പറഞ്ഞു ട്രാക്ടർ ആവാം, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. കമ്പ്യൂട്ടറിനെ പറ്റി എടുത്തു, കമ്പ്യൂട്ടർ ആവാം, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ പറഞ്ഞു തെറ്റുപറ്റി. മറ്റേ നമ്മുടെ ഗ്യാസ് പൈപ്പ് ലൈനെ കുറിച്ച് പറഞ്ഞു, പിന്നീട് പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഈ U-turn പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ U-turn പാർട്ടി ഈ വിഷയത്തിൽ ഒരു U-turn പാർട്ടിയായിട്ട് അവരത് അഫിഡവിറ്റ് മാറ്റി കൊടുക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് കൊടുക്കണം, അതിന് സ്വാഗതാർഹമാണ്. പക്ഷേ ഇതിന്റെ ഈ നേരത്തെ ചെയ്ത കൊടും ക്രൂരതയ്ക്ക് മാപ്പ് പറയുമോ? ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. നമുക്ക് CPM ചോദിക്കേണ്ട ചോദ്യമാണ്, പക്ഷേ CPM ഉത്തരം പറയില്ല. ആ ചോദ്യത്തിന് ഒരു മിനിറ്റ് ഞാൻ നിർത്തി ഒരൊറ്റ കാര്യം. അത് താങ്കൾ മറുപടി പറയണമെന്ന് ഞാൻ പറഞ്ഞില്ല. അതാണ് ഇവിടുത്തെ ചോദ്യം. അതിനാണ് LDF പിണറായി സർക്കാർ മറുപടി പറയേണ്ടത്. അത് പറഞ്ഞില്ലെങ്കിൽ ഇത് തട്ടിപ്പാണ്. ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി ഒരു തട്ടിപ്പ് മാത്രമാണ്. അത് അനുവദിക്കാൻ പറ്റില്ല. ഇത് രണ്ടും ക്ലിയർ ആണ്. ഇത് എല്ലാ മതവിശ്വാസികളെയും ബാധിക്കാൻ പോവാണ്. അല്ല ഇതെല്ലാ മതവിശ്വാസികളെയും ബാധിക്കാൻ പോവാണ്. ആഷി, ഇതിൻ്റെ കൂടെ മുസ്ലിം ദേവാലയത്തിൻ്റെ വിഷയം വരുന്നുണ്ട്. അപ്പോൾ CPM എടുക്കേണ്ട നിലപാട് ഇതെല്ലാ മതവിശ്വാസികളെയും ബാധിക്കുന്ന നിലപാടായിട്ട് എടുക്കുമോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.